ഒന്നും പറയണ്ട കേട്ടോ. ഒന്ന് വെറുതെ നിൽക്കില്ല എന്ന് കരുതി ഏതായാലും കച്ചവടമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു പുസ്തകമൊക്കെ വായിക്കൊരു മാസിക പഴയതേതോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വായിക്കാമെന്ന് കരുതിട്ടോ. വായിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഒരു മടുപ്പ് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആ പുസ്തകം അവിടെ ഇട്ടിട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ചാലോ എന്നിങ്ങനെ ആലോചിച്ചിട്ടോ. ഏതായാലും എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കല്ലോ, ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇടാമല്ലോ എന്നിങ്ങനെ ആലോചിച്ച് പേനൊക്കെ എടുത്ത്. അപ്പോൾ അതും ചടപ്പിട്ടോ. പിന്നെ അതും വേണ്ടാച്ച്. പിന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഒരുത്തനെ വിളിച്ച് നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ അവനൊന്ന് വിളിച്ചു കാരണം വിചാരിച്ചിട്ടോ. അവന് വിളിച്ച് നോക്കുമ്പോൾ അവൻ ഭയങ്കര തിരക്കിലാണെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ തിരക്കായിരിക്കും, അല്ലെങ്കിൽ തിരക്ക് അഭിനയിക്കുമായിരിക്കും. പെരുന്നാൾ അടുത്തതല്ലേ, ചിലപ്പോൾ കാശ് കടം ചോദിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടോ. ശരിയാണ്, കാശിന് ആവശ്യമുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് പെരുന്നാളായല്ലോ. മൈലാഞ്ചി മുതൽ മന്തി വരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ കാശ് കുറച്ച് വേണ്ടി വരും. ഇനി കാശിന് എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. കുട്ടികൾക്ക് ഡ്രസ്സ്, അത് ഇത്, ആന കുതിര എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലോചിച്ച് നിൽക്കുമ്പോഴാണ് കുറച്ച് അടക്ക ഉണക്കാനിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പൊളിക്കാൻ കൊടുത്ത് അതുകൊണ്ടൊക്കെ അത് ഓക്കെ ആവും എന്നെനിക്ക് തോന്നിട്ടോ. അതും കഴിഞ്ഞ് അതിനെക്കുറിച്ചുള്ള ചിന്തയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് ഇന്നത്തെ ദിവസം ഇനി ബാക്കിയും കുറേ സമയമുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ആലോചിക്കണ്ടേ. അപ്പോഴാണ് പെട്ടെന്ന് നോമ്പ് തുറണ്ട് കേട്ടോ. അപ്പോൾ ആ നോമ്പ് തുറക്ക് പോവാം. അവിടെ ആരെങ്കിലുമൊക്കെ പരിചയക്കാരുണ്ടോ, അതുകൊണ്ട് 2 കട്ടൊക്കെ അടിക്കുക, ഇങ്ങോട്ട് 2 സെൽഫിയൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ച് 2 പോരാ എന്നൊക്കെ ആലോചിച്ചത് കേട്ടോ.